ഇസ്ലാമാബാദിൽ ലോകം ഉറ്റുനോക്കിയ നിർണായക സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണ്. ഏകദേശം 20 മണിക്കൂറോളം നീണ്ടുനിന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ അമേരിക്കൻ പ്രതിനിധി സംഘം നിരാശരായി മടങ്ങിയതോടെ ഇറാനെതിരെ കടുത്ത സൈനിക നടപടികൾ സ്വീകരിക്കുമെന്ന ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. അമേരിക്കൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും ഇറാന്റെ അവശേഷിക്കുന്ന സൈനിക ശേഷി കൂടി ഇല്ലാതാക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമൂസ് തടയാൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും കടലിടുക്കിലേക്ക് പ്രവേശിക്കാനോ പുറത്തു പോകാനോ ശ്രമിക്കുന്ന എല്ലാ കപ്പലുകളെയും ഉപരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും ഇറാനിയൻ തങ്ങളെ വെടിവയ്ക്കുകയോ സമാധാനപരമായി പോകുന്ന കപ്പലുകളെ വെടിവയ്ക്കുകയോ ചെയ്താൽ അവരെ നരകത്തിലേക്ക് അയക്കുമെന്നും ഉചിതമായ സമയത്ത് ഇറാനെ അവസാനിപ്പിക്കാൻ US തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകളിൽ ചില കാര്യങ്ങളിൽ തീരുമാനമുണ്ടായി. പക്ഷേ ഇറാൻ തങ്ങളുടെ ആണവോർജ പദ്ധതികളിൽ നിന്ന് മാറാൻ തയ്യാറായില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യലിലൂടെയും ഫോക്സ് ന്യൂസിലൂടെയുമാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ലോകത്തിലെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയാൻ US നാവികസേനയോട് ട്രംപ് ഉത്തരവിട്ടു. ഇറാന് നിയമവിരുദ്ധമായ ടോൾ നൽകുന്ന കപ്പലുകളെ അന്താരാഷ്ട്ര ജലപാതയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല. ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്കൻ സേന നടപടി തുടങ്ങുമെന്നും സമാധാനപരമായ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാനെ നരകത്തിലേക്ക് അയക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ ഈ നീക്കത്തിൽ പങ്കുചേരുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഏകദേശം 21 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾ ഫലപ്രദമായില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയിരുന്നു. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ഉറച്ച ഉടമ്പടിയിൽ ഒപ്പിടാൻ ഇറാൻ വിസമ്മതിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമെന്ന് അമേരിക്ക ആരോപിച്ചു. എന്നാൽ അമേരിക്കയുടെ യുക്തിരഹിതമായ ആവശ്യങ്ങളാണ് തടസ്സമെന്നും വിശ്വാസ്യത ഉറപ്പാക്കേണ്ടത് അമേരിക്കയാണെന്നും ഇറാൻ പ്രതിനിധി മുഹമ്മദ് ഖാബർ ബാലിഫാബ് അറിയിച്ചു. ഏപ്രിൽ 22 അവസാനിക്കുന്ന നിലവിലെ വെടിനിർത്തലിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ പാതകളിലൊന്ന് ഉപരോധിക്കാനുള്ള തീരുമാനം ആഗോള വിപണിയെയും സുരക്ഷയെയും സാരമായി തന്നെ ബാധിച്ചേക്കും. ഹോർമൂസിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാൻ US നാവികസേന നടപടി ആരംഭിക്കുമെന്നും അമേരിക്കൻ സേനയ്ക്കോ സമാധാനപരമായ യാത്ര നടത്തുന്ന കപ്പലുകൾക്കോ നേരെ ഇറാൻ വെടിയുതിർത്താൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉപരോധം സംബന്ധിച്ച് ഒരു മാധ്യമത്തിൽ വന്ന ലേഖനം ട്രംപ് പങ്കുവച്ചു. ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൈവശമുള്ള ആയുധം നാവിക ഉപരോധം എന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. USന്റെ അന്തിമ നിർദ്ദേശം ഇറാൻ നിരസിക്കുകയാണെങ്കിൽ എണ്ണ കയറ്റുമതി തടയുന്നതിനായി നാവിക ഉപരോധം പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.